തുടക്കക്കാർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം, ഭയങ്കര ഈസി ആയിട്ട്. ഇൻഷോട്ടാണ് അതിന് ഏറ്റവും പറ്റിയ ആപ്പ്. അതിന് നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ആണോ വീഡിയോസ് ആണോ ഏതാണ് വീഡിയോ ആക്കേണ്ടതെന്ന് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. ആ ടിക്ക് മാർക്ക് ഉള്ളത് ഏത് വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളത് അതിൽ കൊണ്ടുവച്ച് എല്ലാം ടിക്ക് ചെയ്യുക കേട്ടോ. ആദ്യം ടിക്ക് ചെയ്തിട്ട് നമ്മൾ ആ പച്ച ടിക്കിൽ കൊടുക്കുമ്പോൾ അത് നേരെ വന്നോളും, നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ അതിനകത്തോട്ട് വന്നോളും. അപ്പം അതിൽ സൗണ്ട് നമ്മൾ ഓൾറെഡി സൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ സൗണ്ട് തന്നെ മതി. അതല്ലെങ്കിൽ ആ ബാക്ക് സൈഡിൽ കാണുന്ന സൗണ്ടിൻ്റെ ഇത് ഓഫ് ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈ സൗണ്ടും കേൾക്കും. എന്നിട്ട് നമ്മൾ നോക്കുക, ആദ്യം ഇത് പ്ലേ ചെയ്ത് ഫുള്ള് നോക്കുക എവിടെയൊക്കെ കട്ട് ചെയ്യണമെന്ന്. നമ്മുടെ വീഡിയോയിൽ വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്യാൻ മേളിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിനകത്താണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. മേളിൽ എന്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ, ഈ ഓപ്ഷൻ ഉണ്ടല്ലോ നടുക്കൂടെ വരെയുള്ള ആ ഓപ്ഷൻ കൊണ്ട് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ അത് തന്നെ ഒരു കോളത്തിനകത്തിലായിട്ട് വരും കേട്ടോ. അവിടെ നിന്ന് നമുക്ക് വീണ്ടും കട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് വീണ്ടും അതിങ്ങനെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുന്നത്. അതെനിക്ക് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി, അത് ഡിലീറ്റ് ആയിക്കോളും. അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്യാൻവാസ് മാറ്റിയും കൊടുക്കാം കേട്ടോ. ലോങ് വീഡിയോയ്ക്ക് ആണെങ്കിൽ വലിയ ക്യാൻവാസ് കൊടുക്കാം. ഇതല്ല ഷോർട്സ്, ഇപ്പോൾ ഞാൻ ഷോർട്സിൻ്റെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഞാൻ ഷോർട്സിൻ്റെ ഇതിലാണ് വീഡിയോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ്ബുക്കും ഇൻസ്റ്റയിലും ഒക്കെ ഇടാൻ ആ ഓപ്ഷനാണ് കേട്ടോ നല്ലത്, കറക്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വേണ്ടാത്ത ക്ലിപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഡിലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകത്തില്ല. നമുക്ക് വീഡിയോയ്ക്ക് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം, ഇങ്ങനെ നമ്മളെങ്ങനെ വോയിസ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മ്യൂസിക് പോലൊക്കെ ഉള്ളൊരു ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലാണെങ്കിൽ സ്പീക്കറിൻ്റെ ഒരു ഓപ്ഷൻ വരും, അതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചുമന്ന വട്ടം വരും കേട്ടോ. അതിനകത്ത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 2 3 സ്റ്റാർട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുക. ആ ടിക്കിൻ്റെ അവിടെ മുകളിൽ ടിക്ക് കൊടുത്താൽ അതിങ്ങനെ അപ്ലൈ ആയിക്കോളൂ കേട്ടോ. അത് നമുക്ക് സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മേളിൽ വോളിയം എന്നുണ്ട്, സെലക്ട് ചെയ്തിട്ട് വേണം ഈ സൗണ്ട് ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഇതിങ്ങനെ നമുക്ക് സൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ മേളിൽ കിടപ്പുണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഫിൽറ്ററിൻ്റെ ഓപ്ഷൻസ് വരും കേട്ടോ. അതിലേതാണ് നമ്മളിങ്ങനെ ഇട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക ഏതാണ് സ്യൂട്ടബിൾ ആകുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഓക്കെ കൊടുത്താൽ മതി കേട്ടോ, അതായിക്കോളും. പിന്നെ നമുക്ക് സൗണ്ടല്ല സ്പീഡ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ആ ഓപ്ഷനിൽ. നമ്മുടെ വീഡിയോയ്ക്ക് സ്പീഡ് വേണമെങ്കിൽ നമുക്ക് സ്പീഡ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കൊടുക്കാനുള്ളത്, നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ട് വീഡിയോയുടെ തുടക്കത്തിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എഴുതി ടൈപ്പ് ചെയ്ത് ഇടാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അതിനകത്തുള്ള ഓപ്ഷന് നമുക്കത് ആ ടിക്ക് കൊടുത്താൽ അവിടെ ടൈപ്പ് ചെയ്ത് സംഭവം വരും. നമുക്കത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്ത ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇത് മേളിൽ കിടക്കുന്നതെല്ലാം ഫ്രീ ആണ്, കുറച്ച് നമുക്ക് അൺലോക്ക് ആവത്തില്ല കേട്ടോ. നമുക്കതിങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് മാറ്റി നോക്കാം കേട്ടോ. അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ട്രാൻസിഷൻ്റെ ആ ഡബിൾ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ നമുക്ക് ആ ഇത്രയും ആ കട്ട് ചെയ്ത ഭാഗത്തെല്ലാം നമുക്കത് അപ്ലൈ ആയിക്കോളും. അല്ല ഒരു പോർഷൻ മാത്രം മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ക്യാൻവാസ് നമുക്കിങ്ങനെ വലിച്ച് നീട്ടിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഷോർട്സിൻ്റെ ഇതിലെടുത്തിട്ട് നമുക്കത് ലോങ് വീഡിയോയുടെ ടൈപ്പിലൊക്കെ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഒത്തിരിയും സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്കത് വേണമെന്നത് നമുക്ക് അപ്ലൈ ചെയ്യാം. എല്ലാം ഒന്നും നമുക്കിതൊന്നും ആവശ്യമുള്ള സാധനങ്ങളല്ല. പിന്നെ ഓരോ വീഡിയോയ്ക്ക് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് ഇൻഷോട്ട് പ്രോ ഉണ്ട്, അതിനൊന്നും പൈസ അടച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഓപ്ഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. ഇതിനിപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അൺലോക്ക് ആയിട്ടുള്ളൂ. എങ്കിലും ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം വേണമെങ്കിൽ. ഈ ഫോട്ടോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന പറയാൻ വീഡിയോസിനും വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പിന്നെ അത് ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണ്, എനിക്കത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽ കൂട്ടത്തിൽ തന്നെ അങ്ങ് എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അടുത്ത സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഷെയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആക്കാൻ പറ്റും കേട്ടോ. നമുക്കത് സ്റ്റേബിൾ ആക്കിയിട്ടുള്ള ഇത് എടുക്കാൻ പറ്റും. പിന്നെ റൊട്ടേറ്റ് ആണ്, നമ്മുടെ വീഡിയോ ഫോട്ടോ എന്തോ തലതിരിഞ്ഞൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡോട്ടൊക്കെ നമുക്ക് നീക്കോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്കത് റൊട്ടേറ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റിക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ ഫ്രണ്ടിലാക്കിയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സിനകത്ത് ഒരുപാട് സ്റ്റിക്കറുകളുണ്ട്. സബ്സ്ക്രൈബ് അങ്ങനെയുള്ള ഓപ്ഷൻസും അല്ലെങ്കിൽ ലവിൻ്റെ സിമ്പിൾ അങ്ങനെ ഒരുപാട് സിമ്പിൾസൊക്കെ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ തന്നെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അതും കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ അവരവരുടെ വീഡിയോക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ സ്യൂട്ടബിൾ ആവുന്നത് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ അപ്പോൾ ഏകദേശം സംഭവങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്തിൽ ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രീ ആയിട്ട് റിമൂവ് ചെയ്യാൻ. അതൊരു പരസ്യം കണ്ടാൽ മാത്രം മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് റിമൂവ് ആയിക്കോളും കേട്ടോ. അപ്പോൾ സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്കിപ്പ് ആയിക്കോളും. എന്നിട്ട് ഒരു പരസ്യം വരുന്നത് ഫ്രീ റിമൂവ് വീണ്ടും കൊടുക്കണം കേട്ടോ. അപ്പോൾ അന്നേരം ഒരു പരസ്യം വരും. ആ പരസ്യം കണ്ട് തീരുന്നതോടുകൂടി നമ്മുടെ ആ ഇൻഷോട്ട് എന്നുള്ള ആ സിമ്പിൾ അങ്ങ് മാഞ്ഞു കിട്ടും. അപ്പോൾ ഏകദേശം എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ആദ്യം തൊട്ട് വീഡിയോ കണ്ടു നോക്കണം. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനൊക്കെ വരുത്തിയ ശേഷം നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലോട്ട് കൊണ്ടുവരാമെന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നില്ല, കാരണം ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എല്ലാം എഡിറ്റ് ചെയ്ത് മാത്രം ചെയ്തതേ ഉള്ളൂ. ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അപ്പം വോയിസ് ഓവർ കൊടുത്ത ശേഷം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഗാലറിയിലോട്ട് വന്ന് കിട്ടും കേട്ടോ. അത് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഷോട്ടിൻ്റെ ഓപ്ഷൻസ് ആട്ടോ ഞാൻ പറഞ്ഞു തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.